മുൻ പ്രധാനമന്ത്രി നൂരി അൽ മാലിക്കിയെ വീണ്ടും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്താൽ അമേരിക്ക ഇറാഖിന് പിന്തുണ നൽകില്ല എന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മാലിക്കിയെ വീണ്ടും തിരഞ്ഞെടുക്കുന്നത് ഇറാഖിന്റെ വളരെ മോശമായ തിരഞ്ഞെടുപ്പ് അയക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ തവണ മാലിക്കി അധികാരത്തിൽ വന്നപ്പോൾ രാജ്യം ദാരിദ്ര്യത്തിലേക്കും സമ്പൂർണ്ണ അരാജകത്വത്തിലേക്കും കൂപ്പുകുത്തി. അത് വീണ്ടും സംഭവിക്കാൻ അനുവദിക്കരുത്, ട്രംപ് കുറിച്ചു. അൽ മാലിക്കി അധികാരത്തിലെത്തിയ US നയങ്ങളിൽ വലിയ മാറ്റമുണ്ടാകുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഭ്രാന്തൻ നയങ്ങളും ആശയങ്ങളും കാരണം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ അമേരിക്ക ഇനി ഇറാഖിനെ സഹായിക്കില്ല. അമേരിക്കയുടെ പിന്തുണയില്ല എങ്കിൽ രാജ്യത്തിന് വിജയത്തിനോ സമൃദ്ധിക്കോ സ്വാതന്ത്ര്യത്തിനോ ഉള്ള സാധ്യത വട്ടപൂജ്യമാണ്. മാലിക്കിയുടെ നേതൃത്വം ആവർത്തിക്കാൻ ഇറാഖ് അനുവദിക്കരുത്. മേക്ക് ഇറാഖ് ഗ്രേറ്റ് എഗൈൻ, ട്രംപ് തന്റെ പോസ്റ്റിൽ പറഞ്ഞു. ഇറാഖിലെ പ്രബല ഷിയ രാഷ്ട്രീയ സഖ്യമായ കോർഡിനേഷൻ ഫ്രെയിംവർക്ക് മാലിക്കിയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള നോമിനേഷനെ പിന്തുണയ്ക്കുന്നതായി പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഈ പ്രസ്താവന എത്തുന്നത്. 2003 സദാം ഹുസൈനെ അട്ടിമറിച്ച അധിനിവേശത്തിന് ശേഷമുണ്ടായ കരാറിൽ ഇറാഖിന്റെ എണ്ണ ഇറക്കുമതി വരുമാനം പ്രധാനമായും ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുന്നതിനാൽ അമേരിക്ക ഇറാനുമേൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട്. നിലവിലെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുജാനിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ മാലിക്കിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവനയും വരുന്നത്. മാലിക്കിയെ വാഷിംഗ്ടൺ നിഷേധാത്മകമായി കാണുന്നുവെന്ന് കാണിച്ച് അമേരിക്ക ഇറാഖിലെ രാഷ്ട്രീയക്കാർക്ക് കത്തയച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ആണവായുധങ്ങൾ ഉപേക്ഷിക്കാനുള്ള കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തയ്യാറാവാത്ത പക്ഷം അടുത്ത ആക്രമണം രൂക്ഷമായിരിക്കുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭീഷണിയും എത്തിയത്. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ നയിക്കുന്ന അമേരിക്കയുടെ വലിയ നാവികപ്പട മേഖലയിലേക്ക് നീങ്ങുന്നുണ്ടെന്നും ആവശ്യമെങ്കിൽ വേഗതയോടെയും ആക്രമണ സ്വഭാവത്തോടെയും ദൗത്യം നിറവേറ്റാൻ അവർ സദാ സന്നദ്ധരാണെന്നും കഴിവുള്ളവരാണെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത്. 3 യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടെ USS എബ്രഹാം ലിങ്കൺ ചൊവ്വാഴ്ച മധ്യേഷ്യയിൽ പ്രവേശിച്ചിരുന്നു. US ഇറാൻ ബന്ധം അങ്ങേയറ്റം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് പശ്ചിമേഷ്യയിലേക്ക് US യുദ്ധക്കപ്പലുകളും എത്തിയത്. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഭീഷണി എത്തുന്നത്. സമയം വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞ ട്രംപ് അണവായുധങ്ങൾ സംബന്ധിച്ചുള്ള ന്യായവും തുല്യവുമായ ഉടമ്പടി തയ്യാറാക്കുന്നതിനായി ഇറാൻ ഉടൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. ഇറാൻ അധികം വൈകാതെ ചർച്ചകൾക്കായി ഒരു മേശയ്ക്ക് മുന്നിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അണവായുധങ്ങൾ വേണ്ടെന്ന കരാറിനായുള്ള ചർച്ചകൾ നടക്കും. അതായിരിക്കും എല്ലാ കക്ഷികൾക്കും നല്ലത്. സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ എഴുതി. അമേരിക്കയിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള സൈനിക നടപടികൾ ഉണ്ടായാൽ അതിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇറാൻ സജ്ജമാണെന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത്. അതേസമയം ഭീഷണികൾക്ക് വഴങ്ങില്ലെങ്കിലും തുല്യമായ പരിഗണന ഉറപ്പാക്കുന്ന നീതിയുക്തമായ ആണവ കരാറിനെ ഇറാൻ എല്ലായ്പ്പോഴും സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.